പ്രിയ സജ്ജനങ്ങളെ, ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നടരാജനായ ശിവന്റെ യഥാർത്ഥ രൂപം. തമിഴ്നാട്ടിലെ കോനേരി രാജപുരത്ത് നടരാജനായ ശിവന്റെ യഥാർത്ഥ രൂപം കുടികൊള്ളുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ചോള രാജാവ് നടരാജന്റെ വിഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിച്ചുവത്രേ. വിദഗ്ധനായ ഒരു ശില്പിയെ സമീപിച്ചു. പല ദിവസങ്ങളിലായി 7 തവണ ശ്രമിച്ചിട്ടും ശില്പിക്ക് മികച്ച രൂപം ഉണ്ടാക്കാനായിട്ടില്ല. ഒരു വൈകുന്നേരം ഒരു ബ്രാഹ്മണ ദമ്പതികൾ വെള്ളം ചോദിച്ചു വന്നു. ബ്രാഹ്മണർക്ക് അഗ്രഹാരം വളരെ ദൂരെയാണെന്നും തങ്ങൾക്ക് ബ്രാഹ്മണർക്ക് കുടിവെള്ളം നൽകാൻ കഴിയില്ലെന്നും ശില്പിയ സഹായികളും ദമ്പതികളെ അറിയിക്കുന്നു. ബ്രാഹ്മണർ അത് ചെവിക്കൊണ്ടില്ല. വളരെ നേരം നടന്ന് ക്ഷീണിച്ചതിനാൽ അവരുടെ കൈവശമുള്ള വെള്ളം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. താഴ്ന്ന ജാതിക്കാരായ തങ്ങൾ ബ്രാഹ്മണന് വെള്ളം നൽകിയാലുള്ള രാജകോപം ഭയന്നാകാം അവർ ബ്രാഹ്മണന്റെ ആവശ്യം വീണ്ടും നിരസിക്കുകയാണ്. ബ്രാഹ്മണൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം കൊണ്ട് മൂശാരിയുടെ ആലയിൽ ഉണ്ടായിരുന്ന തിളയ്ക്കുന്ന ലോഹം കോരി കുടിച്ചു. അതുകൊണ്ട് അവിടെയുണ്ടായിരുന്നവരെല്ലാം നിലവിളിച്ചു. എന്നാൽ ബ്രാഹ്മണനൊപ്പമുണ്ടായിരുന്ന സ്ത്രീ മാത്രം ചിരിച്ചു. പെട്ടെന്ന് സന്ദർശകർ പുകമറയ്ക്കിടയിൽ അപ്രത്യക്ഷരായി. ശില്പിയും കൂട്ടരും അപ്പോൾ പെട്ടെന്നങ്ങ് നിദ്രയിലേക്ക് വീണു. അവർ രാവിലെ ഉണർന്നപ്പോൾ ശില്പിക്ക് നിർമ്മിക്കാൻ കഴിയാതിരുന്ന നടരാജ വിഗ്രഹം എല്ലാവിധത്തിലും പൂർണ്ണമായി അവിടെ കാണപ്പെട്ടു. ശിലയുടെ ജീവൻ തുടിക്കുന്ന മനോഹരമായ നടരാജ വിഗ്രഹം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ചോള രാജാവ് ഭഗവാന്റെ മഹത്വം കണ്ട് അത്ഭുതപ്പെട്ടു. ആ പ്രതിമയ്ക്ക് ജീവനുണ്ടോ എന്ന് രാജാവ് പരിഹാസത്തോടെ ശില്പിയോട് ചോദിച്ചു. തീർച്ചയായും, ശില്പി മറുപടി പറഞ്ഞു. വിശ്വാസം വരാതെ രാജാവ് ഒരു ആണിയെടുത്ത് പ്രതിമയുടെ കാലിൽ തറച്ചു. എല്ലാവരെയും അമ്പരത്തിപ്പെടുത്തിക്കൊണ്ട് കാലിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി. രാജാവ് മോഹാലസ്യപ്പെട്ടു. ബോധം വീണപ്പോൾ രാജാവ് കുഷ്ഠരോഗബാധിതനായിരുന്നു. ഇത് ഐതിഹ്യമല്ല, ശരിക്കും സംഭവിച്ചതാണ്. ഇന്നും നടരാജൻ്റെ പാദത്തിൽ മുറിവിൻ്റെ പാട് കാണാം. മനുഷ്യരൂപത്തിൽ ഭഗവാനെയും ദേവിയെയും ദർശിക്കാൻ ശില്പിക്കും സംഘത്തിനും കഴിഞ്ഞത് എന്തൊരു ഭാഗ്യവും പുണ്യവുമാണ് അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണം. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.